ഹായ്, എല്ലാവർക്കും ഫുഡ് ബറിയിലേക്ക് സ്വാഗതം. കടയിലൊക്കെ കിട്ടുന്ന പാൽ കേക്കാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഇത് ഗോതമ്പ് പൊടി കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ വളരെ ഈസിയാണ്. അപ്പം ഞാൻ ഇത് എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. ഇതിലേക്ക് നമുക്ക് ആദ്യം വേണ്ടത് പഞ്ചസാരയാണ്. നമ്മൾ ആദ്യം പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഇതിലേക്ക് വേണ്ടിയിട്ട് ഞാനൊരു 3/4 ഗ്ലാസോളം പഞ്ചസാര എടുത്തിട്ടുണ്ട്. അപ്പോൾ ആദ്യം നമുക്ക് ഈ പഞ്ചസാര ഒന്ന് ഉരുക്കിയെടുക്കണം. അപ്പോൾ ഞാനിതിൽ 3/4 ഗ്ലാസ് പഞ്ചസാര ഈ പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഈ പഞ്ചസാര നന്നായി ഒന്ന് തിളപ്പിച്ചെടുക്കുക. തിളച്ചാൽ മാത്രം മതി. അത് നൂൽ പരിവൊന്നും ആവണ്ട, തിളച്ചാൽ മാത്രം മതി. തിളച്ചതിന് ശേഷം നമുക്കത് ഇറക്കി വയ്ക്കാം. ഇനി നമുക്കതിലേക്ക് വേണ്ടത് മുട്ടയാണ്. നമുക്ക് മുട്ട വേണമെങ്കിൽ മിക്സ് ചെയ്ത് മുട്ട മുഴുവനായിട്ട് എടുക്കാം. ഞാനിവിടെ മുട്ടയുടെ വെള്ള മാത്രമേ എടുക്കുന്നുള്ളൂ. മഞ്ഞ ഭാഗം കൂടെ എടുക്കുമ്പോൾ അതിനൊരു രൂക്ഷഗന്ധം ഉണ്ടാവും കേക്കിന്. അപ്പോൾ അത് ഇഷ്ടമല്ലാത്തതുകൊണ്ട് മുട്ടയുടെ വെള്ളം മാത്രമേ എടുക്കുന്നുള്ളൂ. ഇവിടെ ഞാൻ 2 മുട്ടയുടെ വെള്ളം എടുത്തിട്ടുണ്ട്. മഞ്ഞയും കൂടെ എടുക്കുകയാണെങ്കിൽ നമുക്ക് 1 മതി, ഒരു മുട്ട മതിയാവും. അപ്പോൾ ഇതിലേക്ക് ഞാൻ 2 ടേബിൾ സ്പൂണ് പഞ്ചസാര പൊടിച്ച് വെച്ച് ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യാണ് ചേർക്കുന്നത്. ഈ നെയ്യും കൂടെ ചേർത്തതിന് ശേഷം ഇതൊന്ന് നന്നായി മിക്സ് ചെയ്യണം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ സോഡ പൗഡറാണ് ഞാൻ ചേർത്തത്. ഒരു നുള്ള ഉപ്പും കൂടെ ചേർത്തിട്ടുണ്ട്. അതിനൊന്ന് കോമ്പൻസേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു നുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഞാൻ ഗോതമ്പ് പൊടിയാണ് ചേർക്കുന്നത്. ഇത് ഏകദേശം ഒരു 1/4 കിലോ ഉണ്ട്. ഇത് ചേർത്തതിന് ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെള്ളം ഇല്ലെങ്കിൽ നമ്മൾ ഇതിലേക്ക് ഇനി ചേർക്കേണ്ടത് പാലാണ് ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. ഒരു നേരിയ ചൂടോട് കൂടിയിട്ടാണ് ഈ പാല് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. നേരത്തെ ഞാൻ തിളപ്പിച്ച് വെച്ചതാണ്. എന്നിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം നേരിയ ചൂടോട് കൂടിയിട്ട് ആ പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തത്. ഇനി ഇത് നന്നായി ഒന്ന് കുഴച്ചെടുക്കുക. നന്നായി മയം വരുന്നവരെ നമ്മളൊന്ന് ഇത് കുഴച്ചെടുക്കുക. ഇപ്പം ഞാനിത് ചപ്പാത്തി പലകയുടെ മുകളിലേക്ക് മാറ്റിയിട്ടാണ് കുഴച്ചെടുത്തത്. ഇനി നമ്മളിതിൽ ഒരല്പം പൊടി ചിന്നി കൊടുത്തതിന് ശേഷം നമ്മളിതൊന്ന് പരത്തിയെടുക്കണം. അപ്പോൾ അത് ചപ്പാത്തിയുടെ റോളർ ഉപയോഗിച്ചിട്ട് ഒന്ന് പരത്തിയെടുക്കുക. നല്ല തിക്കായിട്ടാണ് നമ്മൾ പരത്തിയെടുക്കേണ്ടത്. നമ്മുടെ കേക്കിന് ഏകദേശം 1 ഇഞ്ചോളം കനം ഉണ്ടാവും. അത്ര കട്ടിയിലാണ് നമ്മളിത് പരത്തിയെടുക്കേണ്ടത്. ഇപ്പോൾ ഞാൻ ഏകദേശം ഒരു ചതുരത്തിലുള്ളൊരു ഷേപ്പിലാണ് പരത്തിയെടുക്കുന്നത്. എന്നാൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ, കേക്കിൻ്റെ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാൻ എളുപ്പമായിരിക്കും. അതുകൊണ്ട് റൗണ്ടിലല്ല പരത്തിയിരിക്കുന്നത്. പിന്നെ ഇത് നമുക്ക് ആവശ്യമുള്ള വലിപ്പത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കത്തി വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുക. ആവശ്യമുള്ള നീളത്തിൽ നമ്മളത് കട്ട് ചെയ്തെടുക്കണം. അതിൻ്റെ സൈഡ് ഭാഗമൊക്കെ ഞാൻ മുറിച്ച് കളയുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്കത് ഷേപ്പ് ഉണ്ടാവില്ല. അപ്പോൾ 2 സൈഡും ഒന്ന് മുറിച്ച് കൊടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ പരത്തിയെടുക്കാവുന്നതാണ്. ഒന്നുകൂടെ പരത്തിയിട്ട് നമുക്കത് ഷേപ്പാക്കി എടുക്കാം. അപ്പോൾ തൽക്കാലം ഞാനത് മാറ്റി വയ്ക്കുകയാണ്. അപ്പോൾ ഞാനിത് 2 പീസാക്കുന്നുണ്ട് ഓരോന്നും. ഇനി നമ്മളത് മുറിച്ചതിന് ശേഷം അതിൻ്റെ അരികു ഭാഗമൊക്കെ ഒന്ന് കൈ വെച്ചൊന്ന് ഷേപ്പാക്കി കൊടുക്കുക. നമ്മുടെ കേക്കിൻ്റെ ഒരു ഷേപ്പിലാക്കി കൊടുക്കുക. അതുകൊണ്ട് എത്ര തിക്കായിട്ടാണുള്ളത്. നമ്മുടെ കേക്കിൻ്റെ ഇത്രയും തിക്നെസ് ഉണ്ട് നമ്മുടെ കേക്കിന്. ഇപ്പം ഇനി നമ്മൾ എണ്ണ ചൂടായതിന് ശേഷം അതിലേക്ക് ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ, അല്ലെങ്കിൽ അതിൻ്റെ ഉൾഭാഗം വെന്തിട്ടില്ല. അപ്പോൾ നമ്മൾ ലോ ഫ്ലെയിമിൽ ഇത് നമ്മൾ എണ്ണയിലേക്ക് ഇടുമ്പോഴേക്ക് തന്നെ ഇതിങ്ങനെ കരിഞ്ഞു വരാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ തീ ലോ ഫ്ലെയിമിലാക്കാൻ മറക്കരുത്. ലോ ഫ്ലെയിമിലാക്കിയതിന് ശേഷം ആണിത് വറുത്തെടുക്കേണ്ടത്. ഒരു ഭാഗം മൊരിഞ്ഞതിന് ശേഷം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക.
ഇപ്പം തന്നെ ഇത് വളരെ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ കളർ മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മളത് വറുത്തെടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പഞ്ചസാര പാനിയിലേക്ക് ഇത് ഇട്ട് കൊടുക്കുകയാണ്. അപ്പം നമ്മൾ ഈ പഞ്ചസാര പാനി ഒന്ന് ചൂടാറിയിട്ടുണ്ടെങ്കിൽ ഒന്നുകൂടെ അത് ചൂടാക്കണം. നേരിയ ചൂടോട് കൂടിയിട്ടാണ് നമ്മളത് പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ഒരു 10 മിനിറ്റോളം ഇതിൽ ഇരുന്നതിന് ശേഷം നമുക്കതിന് കോരിയെടുത്താൽ മതി. അപ്പം ഞാൻ അടുത്ത സെറ്റും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് നമ്മൾ ചെയ്തെടുക്കണം, അല്ലെങ്കിൽ കേക്കിൻ്റെ ഉൾഭാഗം വെന്ത് കിട്ടില്ല. അപ്പോൾ അത് വളരെ ശ്രദ്ധിക്കണം. അപ്പോൾ രണ്ടാമത്തെ സെറ്റും ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതും കൂടെ നമ്മുടെ പഞ്ചസാര പാനിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 10 മിനിറ്റിന് ശേഷം നമ്മൾ അതിൽ നിന്ന് കോരിയെടുക്കുക. കണ്ടില്ലേ, നമ്മുടെ പാൽ കേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അത് വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും വളരെ കുറവാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായി വെച്ചാൽ നിങ്ങൾ ഇത് വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം, റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം. പിന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. പിന്നെ അതോടൊപ്പം തന്നെ സ്ക്രീനിൽ കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യണം, എന്നാലേ ഞങ്ങളിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. താങ്ക് യു.